നീലേശ്വരം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദേവിയും ദേവൻ സൂര്യേന്ദ്രന്മാര് പാർവതി പരമേശ്വരൻ. അപ്പോൾ നമ്മളെ പിന്നെ രായർ ആദ്യം വന്നു നിന്ന സ്ഥാനത്തുള്ള ക്ഷേത്രം അവിടെയുള്ളതായ ഭാഗത്തും ദേവം വന്നു ഇവിടെ പ്രധാനമായ ദേവം അനന്തേശ്വരൻ. അനന്തേശ്വരൻ ഉദ്ദേശിക്കുന്ന വിഷ്ണുവിനാണോ നാഗത്തിനാണോ? വിഷ്ണു നാഗ രണ്ടുണ്ടോ? അത് സ്വയം. അപ്പോ ആ ഭാഗത്തിലാണ് എല്ലാ കാര്യങ്ങളും. ആദിത്യനും ബുധനും പരസ്പരം കേന്ദ്രത്തിലാണ്. അപ്പോ രണ്ടും അവിടെ വിഷ്ണു, ഇവിടെ ശിവൻ. അപ്പൊ ഇവിടെ ശിവന്റെ ബന്ധപ്പെട്ടായിരിക്കുന്ന സങ്കല്പവും അവിടെ വൈഷ്ണവ സംബന്ധമായ ഭാഗം. അപ്പൊ വൈഷ്ണവാംശവും അതുപോലെ ശൈവാംശവും രണ്ട് നിങ്ങൾക്ക് ആരാധിക്കപ്പെടാൻ ഇടവന്നു. മുൻപേ തന്നെ വന്നു, അതിനുശേഷം. ഇപ്പൊ വൈഷ്ണവാംശവും ശൈവാംശവും തറവാട്ടിലുണ്ട്. തറവാട്ട് ദേവതയിൽ രണ്ടും. അപ്പോ ഇവിടെ ദേവദാസ് പ്രഭു പ്രശ്നം വന്നില്ല. അപ്പൊ വിഹാരികൾ ചിന്തിക്കുന്നത് കൂടിയാണ്. അതിലെ ഭാഗത്തിൽപ്പെട്ട ആരും നമ്മളെ ചേട്ടനാണ്. ഈ ദേവദാസ് പ്രഭുവിന്റെ അച്ഛന്റെ പേര് നരസിംഹപ്രഭു. വിഹാരിത്വം ചിന്തിക്കപ്പെടുന്ന ഭാവം ഭാവാധിപനായ ഗ്രഹം ഗുരുവാണ്. ആ ഗുരു മേടൻ രാശിയിലാണ്. മേടത്തിൽ നിൽക്കുന്ന വ്യാഴവും രണ്ടിൽ കുജൻ ശുക്രൻ കേതു, മൂന്നാം ഭാവത്തിൽ ആദിത്യൻ ബുധൻ, നാലാം ഭാവത്തിങ്കൽ ഗുളികൻ, 6 ശനി, അഷ്ടമത്തിങ്കൽ രാഹു, 9ാം ഭാവരാശിയിൽ തദ്ഭാവ 4ാം ഭാവരാശിയിലും തദ്ഭാവൻ അഷ്ടമരാശിയിലാണ്. ഈ ദേവദാസ് പ്രഭുവിന് 2 ഭവനമുണ്ട്. 2 ഭവനമുണ്ട്. नहीं एक पर नहीं कर रहा, एक ना कर रहा. हाँ भाई 2 ഭവനം. 2 ഭവനം. ആ 2 വീട്ടിലും ദുഃഖം കഴിഞ്ഞിട്ടുണ്ട്. 2 വീട്ടിലും ദുഃഖം ഉണ്ട്. दुःख असतं म्हण गरलन म्हणते आराम अशांती असतं म्हण. नाही एक गरलन तू अग्र साडे ಊಟ ಚಂದ್ರ ಸಾಡೆ ನಿದ್ರೆ. നാരായണ സിദ്ധാന്തം പറഞ്ഞത് नाही ना आमगेल देवदास बाप्पा नाही कन्याडी तो पर्णिकर कसकी ಸ್ವಲ್ಪ ऊन जल्ला म्हणून न बघत बनताना पर्णिकर का पूरा ಧರ್ಮಸ್ಥಳ कन्याडी तो देवदास प्रभु नहीं 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 അവിടെ ഭാവാധിപരായിരിക്കുന്ന ഗ്രഹം. അതുകൊണ്ട് ഈ ഭാഗത്ത് ദേവദാസ് പ്രഭു എന്നുള്ള ഭാഗത്തിൽ കൂടിയില്ലേ അവിടുത്തെ അനുഭവകാര്യം തന്നെയാണ് ഇയാൾക്ക് വിട്ടുനിൽക്കാറുള്ളത്. ഇയാൾക്ക് വിട്ടുനിൽക്കാറുണ്ടാകുന്ന വ്യക്തമായ കാരണം ഒരു രോഗോത്ഭവമായ കാര്യം പറഞ്ഞു. ഒരു വിഷാദ രോഗങ്ങളൊക്കെ ആരോഗ്യത്തെ ബാധിച്ചതുകൊണ്ടല്ലേ അതിന്റെ അന്വർത്ഥമായ കാര്യത്തെ കൊണ്ട് ഇതിലൂടെ നമുക്ക് പ്രായോഗികമായിട്ട് വരേണ്ട ഉദ്ദേശം. പക്ഷെ അങ്ങനെ സംഭവിക്കപ്പെടാൻ വേണ്ടി അതിന് മുമ്പുള്ള കാര്യത്തിന്റെ ചില ദുരിതങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷ്യം. അപ്പൊ അതിന് മുമ്പുള്ള പല അനർത്ഥങ്ങളും പല പ്രയാസങ്ങളും. ഗുളിക ഭവനാദി കേന്ദ്രീയവാ ത്രികോണേ ബഹുധര ധനധന്യൻ അർത്ഥസമ്പത്ത് സൂചി ഗുളികശ്ച രാശീശൻ എന്ന ഭാഗം അനർത്ഥനം നോക്കുന്ന ഭാവവും തദ്വൻ അധികഷ്ടം. ഗുളിക ഭവനാധിപനായ ഗ്രഹത്തിന്റെ ഉച്ചാവകാശ രാശി ഘടകമാണ്. ആ ഘടകത്തിൽ നിൽക്കുന്നതായ ഭാഗത്തിൽ ഉച്ചംശം സ്വനവംശം വാ ജാഗരൂകം വരുന്നു. അങ്കാരകന്റെ ബലം 1, ശുക്രന്റെ ബലം 3. ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്ന ആദിത്യന് ദുർഗയോഗം, ബുധന് ത്രിഗ്രഹം. ദുർഗരാശി നിൽക്കുമ്പോൾ 2 അവിടെ സ്വക്ഷേത്രമാകുമ്പോൾ 3. സ്വതുംഗവക്രോപഗതി ത്രിസംഗം 3 3 3 2 6 2 8 2 10.
അതിലൊന്ന് മുതിർന്ന പ്രേതവും ഒരു കുട്ടി അവരെ കുടുംബ ബന്ധത്തിൽ പരിഹരിക്കാൻ ദേവദാസ് എന്തായിട്ടുണ്ട് സാറേ? ദേവദാസ് ಪ್ರಭು ಫ್ಯಾಮಿಲಿ ಇತ್ತು ಈ ಒಳ್ಳೆ ಪ್ರೇತ ಏರ್ಚರ್ಡು ಗೆಲ್ಲಲೆ ತಿಕ್ಕಿ ಜನ ಮೋಕ್ಷ ನಾಮ ತಿಕ್ಕಿ ಪ್ರೇತ ಸರ್ವ ನಾವು ದಾಡ್ಬೋದು ഇക്ര അതെന്തായാലും മറ്റൊരാളെ എല്ലാ പൈരുമാണ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതല്ലേ പൈരിക്കല്ല നമ്മളെന്തോ പറഞ്ഞത് ನಾಮ ಈ ತಜ್ಜು ಕೃಷ್ಣ ಮಾಡಿ ಸುಮ್ಮನೆ ಹಂಗೆಲ್ಲ ಚೆನ್ನಾಗಿ ಹಂಗೆಲ್ಲ ಬೇಕಾದ್ರೆ ಎಲ್ಲ ಮಾಡಕ್ಕೆ ಈಗ ನಾವು ಪ್ರೇತ ಸರ್ आमको बत ना वी आर इनोसेंट तज विषय पर शुक्र रहता ധർമ്മസ്ഥല ശിവക്ഷേത്രം ഉണ്ടത് യോഗീശം ദീക്ഷിതം വാ ഗുരു യോഗീശനോ ദീക്ഷിതനോ ആയ വ്യക്തിയുടെ ശാപം ഏറ്റു യോഗീശൻ योगी सर ने यार യോഗി വര്യന്മാരുടെ ഈശനാണ് യോഗീശൻ ശിവയോഗി. അപ്പോ ശൈവംശമായ സങ്കല്പമായ കാര്യത്തിൽ ആരാധിക്കപ്പെടുന്ന യോഗീശൻ എന്ന് പറയുന്നതായിരിക്കുന്ന സ്വാമിജിയുടെയോ ദീക്ഷിത പാർത്ഥിവേന്ദ്ര ദീക്ഷ ധരിച്ചുകൊണ്ടുള്ള വ്യക്തിയുടെയോ സമാനമായിരിക്കുന്ന ദീക്ഷാധാരിയായ വ്യക്തിയുടെയോ ഒരു നിരോധനത ഈ ഭാഗത്ത് സമ്പാദിച്ചിട്ടുണ്ട്. കുറെ പണം ചെലവാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി. അതിന്റെ വീട്ടിൽ നിന്ന് റോഡിന് പോകാൻ ഒരു വെളിയാക്കാൻ വേണ്ടി കുറെ ഇത് ചെയ്തു. പക്ഷെ അത് സ്വാമിജി അത് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ദേവദാസ് പ്രഭു അല്ലെ വേറെ ഒരാൾക്കാരുടെ കൂടുതൽ തന്നിട്ടില്ല. കുറെ പണം ചെലവാക്കി ഹൈക്കോർട്ട് വരെ പോയി എന്ന് തോന്നുന്നുണ്ട്. ഒരു 8-9 ലക്ഷം എന്തോ ఖర్చాക്കി. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇപ്പോ വെളിയില്ല. പക്ഷെ ഒന്ന് ഏതോ പക്ഷെ സ്വാമിജി ഇത് മരിച്ചു. ഇപ്പൊ പുതിയൊരു സ്വാമിജി വന്നിട്ട് പക്ഷെ ഇപ്പോ ഒന്ന് വെളിയിൽ ഒന്നായിട്ടില്ല. പക്ഷെ വിരോധമുണ്ട്. स्वामीजी राम मंदिर राम मंदिर वय वय ते एक वाट कोर काम म्हणून मला चार्ज वाट पूर्ण कोण असेल ते स्वामीन बंद केलाय ते ऍक्च्युअली मेगे मंतालय जागा फुल्ल ते देवस्थान पूरा बंदिले ते वय 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 अर्पण पूरा बाकी रामायण सक्कल घडी बांधलं सम ഈ അതിന് ശാപം തരുന്ന ആള് നന്നായ ആളല്ലേ ആവണ്ടേ? സ്വാമിജിയും ന്യായമുള്ള സ്വാമിയൊന്നും അല്ല. അല്ലല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഉറപ്പാണ്. നമ്മ ബഹുമാനിക്കപ്പെടുന്ന ആൾക്ക് ഒരു ബഹുമാനം. ആ ബഹുമാനം കൊണ്ട് സ്വാമിജിയുടെ കാര്യം ശരിയാണ്. അവരെ ചരിത്രപരമായ കാര്യത്തിൽ കൂടിയെല്ലാം അനഭിഷ്ടമായ കർമ്മദോഷങ്ങളൊക്കെ വരുത്തിയാണ്. ദോഷം രണ്ടായി. പാപം ചെയ്തതായ ആള് ശമിക്കപ്പെട്ട പാപത്തും കൂടുതൽ. അതാണ് ദേവദാസ് പ്രഭു ഈ അഷ്ടമംഗല പ്രശ്നത്തെ നീ നിന്ന് റിപ്പയർ ആക്കിയിട്ട് ദൂരനായ അവധി എന്നാണ് പറയുന്നത്. അയാളുടെ ദൈവം മാറ്റിവെച്ചത് അതിന് കാരണമായിട്ട് രോഗോത്ഭവം. त्यामुळे देवदास प्रभूंना सांगतात कापोच्या प्रश्न मिकीर मागचेलो त्यात आता काही जगलना म्हणजे कुठला चिकन बॉक्स झाला म्हणून जगलना तर ते जायनी म्हणाले की मीठ मारतात तर त्याची मागची बॅकग्राऊंड कसं म्हणाली ते देवाला एक दोष स्वाम्याला ते शाप असतात का त्यातून त्या तीर्थ जंतू चमकला पूर्ण देवानं तर सांगला म्हणून प्रेरणा केला आणि येणं तिला बोल कारण त्या या एक नीट मारता मग ഇനി അനുഭവത്തിൽ വന്നതായിരിക്കുന്ന രണ്ട് ദൂതന്മാരാണ്. ഒന്ന് ശേഷഗിരി പ്രഭുവും രാംനാഥൻ. ഇവര് ദൂതകൃത്യം എന്ന് വെച്ചാൽ പൊതുവെ എന്ന് വെച്ചാൽ അവിടെ സ്നാനഭോജന നിദ്രാദി നിജകർമ്മസുഖാദശ